ഏറ്റവും രാവിലെ എണീക്കുന്നത്, എല്ലാവരെക്കാളും മുന്നേ എണീക്കുന്നത്. എണീറ്റ ഉടനെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളെക്കാട്ടിലും ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് തലയിൽ ആദ്യം വരുന്നത്. ഓക്കെ, ലഞ്ച് ബോക്സസ് പ്രിപ്പയർ ചെയ്യണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം, ഈവൻ ദോ ദർ ഇസ് ഹെൽപ്പ്, ഇത്രയും കാര്യങ്ങൾ തലയിൽ കൂടെ പോവാണ്. ആൻഡ് ഇന്ന് ആർക്കെങ്കിലും മീറ്റിംഗ് ഉണ്ടോ, ആർക്കെങ്കിലും നേരത്തെ പോകണ്ടോ, ഇപ്പം ഇവർക്ക് ആസ് എ വൈഫ് അവർക്ക് ജോലിയുണ്ട്, അവരുടെയും കാര്യങ്ങളുണ്ട്, മീറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരുടെ മീറ്റിംഗ്സും എന്താണ് പരീക്ഷകളും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആവണം. അവരെ കറക്റ്റ് സമയത്ത് എണീപ്പിക്കുക. ഈവൻ ദോ അവരൊന്നും അലാറം ഒന്നും വെച്ചിട്ടല്ല കിടക്കുന്നത്, ഇനി അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എണീറ്റുന്നില്ലെങ്കിൽ പോലും ഇനി ആളുടെ റെസ്പോൺസിബിലിറ്റി ആയി തീരുവാണ്. അതായത് അവരെ കറക്റ്റ് സമയത്ത് എണീപ്പിക്കുക, റെഡിയാക്കിപ്പിക്കുക, അല്ലെങ്കിൽ റെഡി ആകാനായിട്ട് നിർബന്ധിക്കുക എന്ന് പറയുന്ന ആ ഒരു, അതായത് ഇവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആയി തീരുകയാണ്. അവർക്കത് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യണം, പാല് തീർന്നു പോയി, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ, അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കുക, അങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് എല്ലാ സംഭവങ്ങളും ഒരാളുടെ തലയിൽ കൂടെ പോകണം. ആ ഒരു മെന്റൽ ഓവർലോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങോട്ട് വീതിച്ച് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ ഈ ചോദിച്ചു വരുന്നത്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയലൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻവിസിബിൾ ലോഡ് കയറി വരുന്നത്. ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ആരും അത് കാണുന്നുണ്ടാവില്ല. ഈ എടുത്തേക്കുന്ന ആൾക്ക് അത് വെച്ചൊഴിയാനും പറ്റത്തില്ല. ആൻഡ് ഇത് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു ഹെവിനെസ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. അത് ആ ഒരു പാർട്ട്ണറുടെ ക്യാരക്ടർ തന്നെ മാറ്റും.